ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിൽ ഇന്നാദ്യം ചിന്താമൃതം. ചിന്താമൃതത്തിലൂടെ ഇന്ന് നമ്മുടെ മുൻപിൽ എത്തുന്നത് തിരുവനന്തപുരം അമൃത കൈരളി വിദ്യാഭവനിൽ നിന്നും ദേവനന്ദനെയാണ്. സീതയെ അപഹരിക്കുവാൻ വേണ്ടി രാവണൻ വേഷപ്രച്ഛന്നനായി വന്നതിന്റെ കാരണത്തെക്കുറിച്ചാണ് ദേവനന്ദന തന്റെ അഭിപ്രായങ്ങളിലൂടെ നമ്മോട് പങ്കുവെക്കുവാൻ എത്തുന്നത്. ആരംഭിക്കാം ചിന്താമൃതം. ഓം നമഃശിവായ. സീതാപഹരണത്തിന് വേഷപ്രച്ഛന്നനായി വന്ന രാവണന് തന്റെ ശക്തിയിലുള്ള വിശ്വാസക്കുറവാണോ അതോ രാമപത്നിയായ സീതയോടുള്ള ആദരവാണോ കാണിക്കുന്നത്? രാമായണ കാവ്യത്തിലെ പ്രതിനായക കഥാപാത്രമായ രാവണനെ ലങ്കാധീശനായ രാക്ഷസ ചക്രവർത്തി എന്ന് സാമാന്യവത്കരിച്ച് കാണുന്നതിനപ്പുറം ദേവാസുര രാക്ഷസ മനുഷ്യവർഗങ്ങളുടെ ഭിന്ന പ്രതിനിധാനങ്ങൾ കണ്ടെടുക്കാവുന്നതാണ്. സ്ത്രീജിതനല്ല ശ്രീജിതനാണ് രാവണൻ എന്ന് പറയാറുണ്ടെങ്കിലും സ്ത്രീ എന്നത് അന്നും ഇന്നും രാവണന് ഒരു ദൗർബല്യം തന്നെയായിരുന്നു. വികലവും അബദ്ധജടിലവുമായ സ്ത്രീ സങ്കല്പങ്ങളാണ് ഒരർത്ഥത്തിൽ രാവണന്റെ പുറകിലുള്ള പരാജയങ്ങൾ എന്നും പറയാം. അതിന് മികച്ച ഒരു സന്ദർഭ മാതൃകയാണ് രാവണന്റെ ഉദ്യാന പ്രവേശവും സീതയോടുള്ള പ്രണയാഭ്യർത്ഥനയും. സ്വർണം, വസ്ത്രം, ആഭരണം, ഇതര സുഖഭോഗ വസ്തുക്കൾ കാഴ്ചവെച്ചും തന്റെ ഗുണഗണങ്ങൾ ബോധ്യപ്പെടുത്തിയും സീതയെ പ്രലോഭിപ്പിച്ച് സ്വന്തമാക്കാമെന്നാണ് രാവണൻ കരുതുന്നത്. രാവണന്റെ ആത്മസ്തുതിയും രാമനിന്ദയും തന്നോടുള്ള പ്രണയാഭ്യർത്ഥനയും കേൾക്കുന്ന സീതയാകട്ടെ രാവണന്റെ നേർക്ക് ഒന്ന് നോക്കുക പോലും ചെയ്യാതെ വർദ്ധിച്ച കോപത്തോടെ ഒരു പുൽക്കൊടി നുള്ളി നിലത്തിട്ട് ആ പുൽക്കൊടിയോടെന്ന പോലെ രാവണനെ നിസ്സംശയം നിരാകരിച്ച് രാമനോടുള്ള തന്റെ പ്രണയസ്ഥൈര്യം പ്രഖ്യാപിക്കുകയാണ്. ഭർത്താവും സഹോദരനും ഇല്ലാതിരുന്ന വേളയിൽ ഒരു പേടിത്തൊണ്ടനായി തന്നെ വന്ന് തട്ടിക്കൊണ്ടുപോയ ഒരു ഭീരു എന്നാണ് സീത രാവണനെ വിശേഷിപ്പിക്കുന്നത്. രാവണന്റെ പ്രണയസ്ഥൈര്യത്തിനും സ്ത്രീ സങ്കല്പങ്ങൾക്കും ഏറ്റ കനത്ത തിരിച്ചടിയായി സീതയുടെ നിശ്ചിത വചനങ്ങൾ മാറുന്നു. സീതയുടെ പ്രണയസ്ഥൈര്യത്തിനും നിശ്ചിത ദാർഢ്യത്തിനും മുന്നിൽ തോറ്റുപോകുന്ന രാവണൻ തന്റെ ഭാര്യയുടെയും രാക്ഷസ സ്ത്രീകളുടെയും മുൻപിൽ അമ്പെ പരിഹാസ്യനായി തീരുന്നു. പ്രണയസ്ഥൈര്യവും അചഞ്ചലമായ പുരുഷ സങ്കല്പവും സത്യനന്മകളിലുള്ള അടിയുറച്ച നിലപാടും സീതയെ ഇവിടെ മാതൃകാ വനിതയായി ഉയർത്തുകയും ചെയ്യുന്നു. അമിത ആത്മവിശ്വാസവും കരകവിയുന്ന അഹന്തയും അനിയന്ത്രിതമായ ഭോഗാസക്തിയും രാവണനെ അത്യന്തം പരാജയത്തിലേക്കാണ് നയിക്കുന്നത്. സ്ത്രീത്വത്തെക്കുറിച്ചുള്ള വികല സങ്കല്പങ്ങളുമായി നടക്കുന്ന അഴകിയ രാവണന്മാർക്ക് ഇതിഹാസകാവ്യത്തിലെ രാവണ ജീവിതം എക്കാലത്തും ഒരു പാഠം തന്നെയാകുന്നു. അശോകവനിയിലെ സീതയെ അനുവാദമില്ലാതെ സ്പർശിക്കാൻ മുതിരാത്ത രാവണനിൽ വിശ്രവസിന്റെ ജ്ഞാനഗുണവും കാണാം. രാവണന് സ്വന്തം ശക്തിയിലല്ലായിരുന്നു വിശ്വാസക്കുറവ്, മറിച്ച് സീതയുടെ പാതിവൃത്യത്തെ താൻ ഉള്ളുകൊണ്ട് ഭയപ്പെട്ടിരുന്നു എന്ന് അനുമാനിക്കാം. നമഃശിവായ.